കൂട്ടുകാർ നമ്മൾ കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ച ഒരു സാധനം നമ്മളിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. വീട്ടിൽ നമ്മൾ അവനെ പുനഃസ്ഥാപിപ്പിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട്. അത് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ കടയിലേക്ക് പോവുക. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വേണം നമുക്കിന്ന് പോകാൻ. നമുക്ക് ആവശ്യമുള്ള സാധനം ഇവിടുന്ന് വേണം വാങ്ങിക്കാൻ. അവിടെ വീടാണിത്, അന്ന് ഇന്ന് കട അടച്ചേക്കുക. അതുകൊണ്ട് നമ്മൾ ആവശ്യമുള്ള സാധനം ഈ വീട്ടിൽ കയറി ചോദിച്ച് വാങ്ങിക്കാൻ പോകും. നമുക്ക് ആവശ്യമുള്ള സാധനം ഈ കടയ്ക്കകത്തു നിന്നാണ് വാങ്ങിക്കുന്നത്. ഇത് അവരുടെ വീടിൻ്റെ അഹവാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സാധനം നമുക്ക് ഇവിടുന്ന് വന്ന് വാങ്ങിക്കാൻ പറ്റും. ഇന്ന് അവധി ദിവസം, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് വന്ന് സാധനം എടുക്കാം. നമുക്ക് ആവശ്യമുള്ള സാധനമൊക്കെ ഞാൻ വാട്സപ്പിൽ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ആ സാധനം എല്ലാം എടുത്ത് വെച്ചിട്ട് നമ്മളെ വിളിക്കും. അപ്പോൾ നമുക്ക് ഇനി ചെന്നാൽ മതി. കൂട്ടുകാർ നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് പൈപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് വെള്ളം ഇറങ്ങി പോകാനുള്ള ഭാഗം. ഇവിടുത്തെ മെയിൻ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് അകത്തോട്ടുള്ള ലൈൻ വേണം കൊടുക്കാൻ. എന്താ വെച്ചാൽ വെള്ളം ഇറങ്ങി വരാനും കയറി പോകാനുള്ള ടാപ്പും അഡാപ്റ്ററും ഒക്കെ നമുക്കിനി ഇവിടെ വേണം കൊടുക്കാൻ. പിന്നെ കറണ്ടിൻ്റെ പണി ഇനിയും കിടപ്പുണ്ട്, അത് നമുക്കിനി ചെയ്ത് തീർക്കണം. പിന്നെ ഇതാണ് വെള്ളം ഇറങ്ങി പോകാനുള്ള പോർഷനാണ്. അതിൻ്റെ ലൈൻ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു പണിയും കൂടെ കിട്ടും. പക്ഷേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പണി പകുതിക്ക് വെച്ച് നിർത്തേണ്ടതായിട്ട് വന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിച്ച സാധനം അത് വൈറ്റ് സിമെൻറ്റ് ഇല്ലായിരുന്നു. അത് സത്യം പറഞ്ഞാൽ ഞാൻ വാങ്ങിക്കാൻ വിട്ടുപോയി. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ അത് വാങ്ങിക്കാൻ വേണ്ടി കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതും കൂടെ കിട്ടിയാലേ നമ്മുടെ പണി മൊത്തത്തിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വൈറ്റ് സിമെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കറണ്ടിൻ്റെ കാര്യങ്ങൾ അതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യാറുണ്ട് അതൊന്നും എനിക്ക് അറിയത്തില്ല. അത് ചേട്ടനോട് ചോദിച്ചിട്ട് വേണം. ചേട്ടൻ ചെയ്യണം. അതിന് വൈറ്റ് സിമെൻറ്റ് അത്യാവശ്യം. അപ്പോൾ നമ്മളത് വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കും. കൂട്ടി നമുക്ക് ബാക്കി പണി തുടങ്ങാനുള്ള വൈറ്റ് സിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് വീട്ടിൽ കൊണ്ടു കൊടുത്ത് നമുക്ക് ബാക്കി പണിയിൽ നിന്ന് തുടങ്ങാം. കൂട്ടുകാർ ഞാൻ വൈറ്റ് സിമെൻറ്റ് വീട്ടിൽ കൊണ്ട് എത്തിച്ചു. അപ്പോഴത്തേക്ക് പ്ലംബിങ്ങിൻ്റെ പണിയൊക്കെ തീർന്നു. വയറിങ് ചെയ്ത് കഴിഞ്ഞ് വൈറ്റ് സിമെൻറ്റ് ഇട്ട് ഉള്ള ഹോളുകളൊക്കെ അടച്ച് നമ്മൾ വൃത്തിയാക്കി. വെളിയിലത്തെ അതേപോലെ തന്നെ ഹോളുകളൊക്കെ അടച്ച് വൃത്തിയാക്കി ലെവലാക്കി. അപ്പോഴത്തേക്കും ടാപ്പും ഒക്കെ ചേട്ടൻ വെച്ചിരുന്നു. ഇതാണ് കൂട്ടുകാർ കാലത്ത് നമ്മൾ വെള്ളം പോകാനുള്ള പോർഷൻ. ഈ വെള്ളം നേരെ ചെന്ന് ഫ്രണ്ടിൽ ചെന്ന് ഇറങ്ങി മെറ്റിലിന് താഴോട്ട് ഇറങ്ങിക്കോളും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്ന ഈ പൈപ്പ് ഇരിക്കുന്ന വൃത്തികളല്ലേ, ഇത് നമ്മൾ സിമെൻറ്റ് ഇട്ടങ്ങ് മറക്കും.